സംവിധായകനെ ദിവസങ്ങളായി കണ്ടുപിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചുവെന്ന് സംശയിച്ച കുടുംബം ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ അവസാനമായി കാണിച്ചത് ദുരന്തം നടന്ന സ്ഥലത്തിന് 700 മീറ്റർ അകലെയാണ്. നരോദയിലെ താമസക്കാരനായ മഹേഷ് കലാവാഡിയെയാണ് കാണാതായത്. മ്യൂസിക് ആൽബങ്ങളുടെ സംവിധായകനായ അദ്ദേഹം സംഭവം നടന്ന ദിവസം ഉച്ചയ്ക്ക് ലോ ഗാർഡൻ പ്രദേശത്ത് ഒരാളെ സന്ദർശിക്കാൻ പോയിരുന്നതായി ഭാര്യ ഹേതൽ പറഞ്ഞു. അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന വിമാനം മേഘാനി നഗറിലെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ തകർന്നു വീണതിനെ തുടർന്ന് വിമാനത്തിലെ 241 യാത്രക്കാർക്ക് പുറമെ വിമാനം പതിച്ചിടത്തെ 29 പേരും കൊല്ലപ്പെട്ടിരുന്നു. മഹേഷ് 1:14 ഫോണിൽ വിളിച്ച് മീറ്റിംഗ് കഴിഞ്ഞുവെന്നും വീട്ടിലേക്ക് വരികയാണെന്നും പറഞ്ഞു. കുറേ നേരം കഴിഞ്ഞ് വീട്ടിലെത്താത്തതിനെ തുടർന്ന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. പോലീസിനെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അവസാന ലൊക്കേഷൻ അപകടം നടന്ന സ്ഥലത്ത് നിന്നും 700 മീറ്റർ അകലെയാണെന്നും പറഞ്ഞു. 1:40 ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണോ സ്കൂട്ടറോ കണ്ടെത്താനായിട്ടില്ലെന്നും ഹേതൽ പറഞ്ഞു. അധികൃതർ ആവശ്യപ്പെട്ടത് പ്രകാരം ബന്ധുക്കൾ DNA സാമ്പിളുകൾ നൽകിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന് 4 ദിവസം പിന്നിട്ടിട്ടും 47 മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഇതിൽ 24 മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ ബന്ധുക്കൾക്ക് കൈമാറിയതും. ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം ഇന്ന് കിട്ടിയ വിവരമനുസരിച്ച് മരിച്ചവരിൽ 80 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉൾപ്പെടുന്നു. DNA സാമ്പിളുകളുടെ പരിശോധനയ്ക്ക് ശേഷം 33 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയതായി അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലെ അഡീഷണൽ സൂപ്രണ്ട് ഡോക്ടർ രജനീഷ് പട്ടേൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ജൂൺ 12 തീയതിയാണ് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ BG ആശുപത്രി ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറുന്നത്. മരിച്ചവരിൽ മലയാളിയായ പത്തനംതിട്ട സ്വദേശി രഞ്ജിത നായരും ഉൾപ്പെടുന്നുണ്ട്. മരിച്ചവരുടെയൊക്കെ DNA പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ശേഷിക്കുന്ന മൃതദേഹങ്ങൾ DNA പരിശോധനയ്ക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.